മലപ്പുറത്ത് നിന്നൊരു കുട്ടി സംഘം എത്തിയിട്ടുണ്ട്. എന്താണ് ഐറ്റം? അവര് എന്തായിരുന്നു അവരുടെ ഐറ്റം? എന്തായിരുന്നു ഐറ്റം? കഥാപ്രസംഗാണ്. അതും വെറുതെ കേട്ടോ, എ ഗ്രേഡോടെ കിട്ടിയിട്ടാണ് അവര് വരുന്നത്. അപ്പൊ നമുക്ക് അവരെ വിളിക്കാല്ലേ? തീർച്ചയായിട്ടും. everybody. എല്ലാവരും ആദ്യം ഒന്ന് പരിചയപ്പെടാം. പേരൊന്ന് പറഞ്ഞേ. അനന്തു, പാർവതി, സാധിക, ബിനി. നിങ്ങളപ്പോ കഥാപ്രസംഗം അല്ലെ? എന്താണ് നിങ്ങളുടെ കഥാപ്രസംഗത്തിന്റെ കഥ? വേട്ടപ്പട്ടികളോട് കലഹിച്ച പെണ്ണ്. ഈശ്വര, ഞാൻ ചോദിച്ചോ. അല്ലേ ചേച്ചി, ഇവര് ഈ അംഗത്തിന് ആദ്യമായിട്ട് ഇറങ്ങുന്നവരല്ല. ഇതിനു മുമ്പും അവര് മത്സരിച്ചിട്ടുണ്ട്, അവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് അംഗം പയറ്റി വന്ന് തെളിഞ്ഞ ആൾക്കാരാണ്. തെളിഞ്ഞവരാ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹൈസ്കൂളായിരുന്നു, ഇപ്രാവശ്യം ഹയർ സെക്കൻഡറി ആയി. +1 ആണ്. അവസാനത്തെ വർഷം ചേച്ചി. അതെ 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 അതെ. ഇനി ഒരു വർഷം കൂടി ഉണ്ട്. ഒരു വർഷം കൂടെ ഉണ്ട്. പക്ഷെ നിർത്തരുത്. നിങ്ങളുടെ സ്ഥലം ശരിക്കും എവിടെയാ? എങ്ങനെ? സ്ഥലം മലപ്പുറം എവിടെ? നിലമ്പൂര്. സ്കൂളിന്റെ പേര് പറഞ്ഞില്ല. MPMHSS ചുങ്കത്തറ. ആരാണ് ഇതിന്റെ ഗുരു? അങ്കമാലിയിലുള്ള നന്ദകുമാർ സാറാണ്. പിന്നെ എല്ലാവരും സ്കൂളിലെ എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ പപ്പയാണ് പാട്ട് ചെയ്തു തന്നത്. പപ്പയുണ്ട്. പപ്പേനെ വിളിച്ചാലോ? പപ്പ എവിടെ? പപ്പ കടന്നു വരൂ. യെസ്, പപ്പയാണ് ഗുരു എന്നാണ് പറഞ്ഞത്. പേരെന്താ? സിനോ ചാർലി. ഓക്കെ. എങ്ങനെയുണ്ട് ഈ കുട്ടികളൊക്കെ? നന്നായി അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവരും. ഇതിനകത്ത് കഥ പറയുന്നത് ആരാ? ഓക്കെ, അപ്പൊ കഥ പറയാൻ റെഡിയാണോ? അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ്. ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും അല്ലേ? ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ നിങ്ങളിപ്പോ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെന്റ് നിങ്ങൾ കൈവീശല്ലേ വന്നേക്കുന്നത്? ഏതാ എന്താ ചെയ്യുന്നത്? ഏത് ഇൻസ്ട്രുമെന്റാ? തബല. സിമ്പിൾ ടൈമർ. ഓക്കെ, അപ്പൊ നമുക്ക് കഥ പറയാം. നിങ്ങളന്ന് പറ്റുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോട്ടോ. ഓക്കെ, ശരി. അഭിവന്ദരായ ഗുരുജനങ്ങളെ, കഥാപ്രസംഗ പരിപാടി സമാരംഭിക്കട്ടെ. ചരിത്രത്തിൽ നിന്നും തൂലിക കൊണ്ട് ചികഞ്ഞെടുത്ത കണ്ണീര് വീണു പൊള്ളിയ കഥ, പുനപ്പുറ വയലാറിൽ പൊരുതി മരിച്ച ആരും വിളിച്ചു പറയാതെ പോയ സ്ത്രീ ജന്മങ്ങളുടെ ദുരിത കഥ, ശ്രീ KV മോഹൻകുമാറിന്റെ ഉഷ്ണരാശി എന്ന നോവൽ നിന്നും കണ്ടെടുത്ത ഒരേട്. പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്നു വേട്ടപ്പട്ടികളോട് കലഹിച്ച പെണ്ണ്. ഉടയുവാനുള്ള പളുങ്കല്ലടുക്കള കരിതിന്നു തീരുവാനുള്ളതല്ല, പകിടക്കരുവായി പ്രണയച്ചരക്കായി ദുരിതങ്ങൾ തിന്നുവാനുള്ളതല്ല, മണ്ണിൽ അടരാത്ത വേരാട്ടി നിൽക്കുന്ന പെണ്ണെ കരുത്തിൻ്റെ പേരു നീയേ, പെണ്ണെ കരുത്തിൻ്റെ പേരു നീയേ. എന്തായാലും നിങ്ങൾ മലപ്പുറത്ത് നിന്ന് വന്ന് തൃശ്ശൂരിലിപ്പം നിങ്ങൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എപ്പോ വന്നു? ഞങ്ങൾ ഇന്നലെ വന്നു. ഇന്നലെ വന്നിട്ട് തൃശ്ശൂരിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അനുഭവം? തൃശ്ശൂർ ഇഷ്ടായോ? പിന്നെ പണ്ട് മുതലേ ഇഷ്ടമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അടിപൊളിയായിരുന്നു. അപ്പോ കപ്പ് തൃശ്ശൂർ തൂക്കിയ കുഴപ്പമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല, നല്ല മനസ്സുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവർക്ക് നമുക്കൊരു സ്നേഹോപഹാരം ഞങ്ങൾ തരുന്നതുകൊണ്ട് കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധം ഉണ്ടാവില്ല. ഇല്ല. എന്താണ്? നാളെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മാനം തരും. ഞങ്ങൾ അങ്ങനെ വിശാല മനസ്കരാണ്. അപ്പം നിങ്ങൾ സമ്മാനമാക്കാൻ റെഡിയാണല്ലോ അല്ലേ? ഓക്കെ. ഡോക്ടർ റാണി മേനോൻസ് അവർ നൽകുന്ന ഒരു സ്നേഹോപഹാരമാണ്. അത് നൽകാനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, ഇവിടെ നിൽക്കുന്നവർക്ക് നല്ല കൈയിടിയാവട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് വന്നായിരുന്നോ? A ഗ്രേഡ് ഉണ്ട്. ഈ A ഗ്രേഡിനാണ് നമ്മളുടെ ഒരു സ്നേഹോപകാരം. നമ്മളല്ലെങ്കിലും നമ്മൾ വാരിക്കൊരു സമ്മാനങ്ങൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഇനി തിരിച്ച് മലപ്പുറത്തേക്ക് എപ്പോ പോകും? നാളെ വൈകുന്നേരം. നാളെ വരെയുണ്ട്. മദ്ദളം. അമ്പോ, വെറൈറ്റി സംഭവങ്ങളാണ് ഇറക്കുന്നത്. വേറെ ലെവൽ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ബൈ. ടാറ്റാ.